പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ആൻഡ്രാഡെ എന്ന് പറയുന്ന റെസ്ലറിനെ അലുമിനി സെക്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനർത്ഥം ആൻഡ്രാഡയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ആൻഡ്രാഡെ സ്മാക്ഡൗൺ റോസ്റ്ററിൻ്റെ ഭാഗമായിരുന്നു. സ്മാക്ഡൗണിൽ റേ ഫിനിക്സുമായിട്ടുള്ള ഒരു ടാഗ് ടീം രൂപീകരിക്കുകയും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ആൻഡ്രാഡയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ്രാഡെ 2024 ജനുവരി മാസത്തിൽ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെയാണ് സർപ്രൈസ് ആയിട്ടുള്ള WWEയിലേക്കുള്ള തിരിച്ചുവരവ് നടത്തിയത്. തിരിച്ചുവരവിന് ശേഷം മിഡ് കാർഡ് ലെവലിൽ മാത്രമാണ് ആൻഡ്രാഡയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സ്പീഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ട്വിറ്ററിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനും ആൻഡ്രാഡയ്ക്ക് ഈ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലുപരി മറ്റ് ചാമ്പ്യൻഷിപ്പുകളൊന്നും രണ്ടാമത്തെ ആൻഡ്രാഡയുടെ ഈ ഒരു റണ്ണിൽ അദ്ദേഹത്തിന് കമ്പനിയിൽ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്ക് കടന്ന ഉടനെ തന്നെയാണ് ആൻഡ്രാഡയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു വാർത്തയും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആൻഡ്രാഡയെ പുറത്താക്കി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ബാക്ക് സ്റ്റേജിൽ ക്രിയേറ്റീവ് ടീമിന് എതിരെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്മർ സ്ലാം എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം ഈ ക്ലാഷ് ഇൻ പാരീസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വൈറ്റ് സിക്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യേണ്ടത് ആൻഡ്രാഡെ, റേ ഫിനിക്സ് തുടങ്ങിയവരുടെ ടീമായിരുന്നു. പക്ഷേ ആൻഡ്രാഡെ ആ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടാതിരിക്കുകയും ആൻഡ്രാഡെ പിന്നീട് മറ്റ് സ്റ്റോറി ലൈനിലേക്കുള്ള യാതൊരുവിധ കോൺട്രിബ്യൂഷനും നൽകാതിരിക്കുകയും ക്രിയേറ്റീവ് ടീം ആൻഡ്രാഡയോട് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയൊക്കെ പറയാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അതിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോഴാണ് കമ്പനിയിൽ നിന്ന് പുറത്താക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. എന്തായാലും നിലവിലെ ഒരു സിറ്റുവേഷൻ ഇനി WWE എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ആൻഡ്രാഡയ്ക്ക് തിരികെ വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. അത്രയും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോഴാണ് താരത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്തകൾ എല്ലാ വെബ്സൈറ്റും ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് MJF എന്ന് പറയുന്ന AEWൻ്റെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, ആ താരം ഇപ്പോൾ ആൻഡ്രാഡയെ ഒരു മത്സരത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം WWEയിൽ നിന്ന് AEWയിലേക്ക് പോയി, പിന്നീട് AEWയിൽ നിന്ന് WWEയിലേക്ക് വന്ന് തിരികെ AEWയിലേക്ക് തന്നെ ആൻഡ്രാഡെ പോകുമോ എന്നുള്ളതിൻ്റെ ഒരു സംശയം കൂടി MJFൻ്റെ ഈ ഒരു വെല്ലുവിളി വരുന്ന ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് വരുന്ന ഒരു സംശയമാണ്. ഇനി ആൻഡ്രാഡയുടെ ഭാവി എവിടെ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ AEW ചിലപ്പോൾ ആൻഡ്രാഡയെ സൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം ആൻഡ്രാഡെ AEW വിടുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും AEWയിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോണി ഖാൻ്റെ കമ്പനി ചിലപ്പോൾ അദ്ദേഹത്തെ തിരികെ എടുക്കാനും സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും WWE എന്ന് പറയുന്ന കമ്പനി ആൻഡ്രാഡയെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽമേനിയ 43 സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 2027 നടത്താൻ പോകുന്നത് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്തകളൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ചില കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഈ ഒരു ന്യൂസൊക്കെ ഫേക്ക് ആണ് എന്നുള്ളത്. ഇന്നലെ WWE തന്നെ ഒരു യൂട്യൂബ് ലൈവിലൂടെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2027 റസൽമേനിയ 43 സൗദി അറേബ്യയിൽ റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ റസൽമേനിയ 43ൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ റസൽമേനിയ 43 സൗദി അറേബ്യയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ AJ സ്റ്റൈൽസിനെ സംബന്ധിച്ചാണ്. AJ സ്റ്റൈൽസ് WWE എന്ന് പറയുന്ന കമ്പനി വിടാൻ പോകുകയാണോ എന്നുള്ള തലത്തിൽ നിലവിലൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ AJ സ്റ്റൈൽസ് ലേറ്റസ്റ്റായി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചൊരു പോസ്റ്റ് ഉണ്ട്. അതായത് AJ സ്റ്റൈൽസിൻ്റെ സമയം കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഇതിന് സമാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കൂടാതെ AJ സ്റ്റൈൽസിൻ്റെ മകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന രീതി വളരെ മോശമായിട്ടാണ്. അതുകൊണ്ട് തന്നെ AJ സ്റ്റൈൽസ് മറ്റൊരു കമ്പനിയിലേക്ക് കൂടുമാറുന്നതിനെ സംബന്ധിച്ചോ റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ചോ ചിലപ്പോൾ ആലോചിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും. കൂടാതെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലെ ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ഇടയിൽ AJ സ്റ്റൈൽസ് കട്ട് ചെയ്ത ഒരു പ്രൊമോയുണ്ട്. അദ്ദേഹത്തെ ബാക്ക് സ്റ്റേജിലുള്ള ചിലർ അദ്ദേഹത്തെ മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല,
പുഷ് ചെയ്യാനോ അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ഇപ്പോഴും ഗ്രൗണ്ടിൽ കിടക്കുകയാണ് എന്നുള്ള എജി സ്റ്റൈൽസിൻ്റെ പ്രൊമോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാതും ഒരു സ്റ്റോറി ലൈന് വേണ്ടിയിട്ടാണ് എന്നാണ് നിലവിൽ റെസ്ലിംഗ് ഒബ്സർവറായ ഡേവ് മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി മാസമാകുമ്പോൾ എജി സ്റ്റൈൽസിൻ്റെ WWE ഒരു കോൺട്രാക്റ്റ് അവസാനിക്കും. അപ്പോൾ ചിലപ്പോൾ എജി സ്റ്റൈൽസും അതോറിറ്റിയുമായിട്ടുള്ള ഒരു ഫ്യൂഡ് കാണിക്കാൻ വേണ്ടി, ചിലപ്പോൾ ആദം പിയേഴ്സിനെതിരെയുള്ള ഒരു സ്റ്റോറി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് എജി സ്റ്റൈൽസ് ഈ പ്രൊമോ കട്ട് ചെയ്തതും പിന്നെ ഇൻസ്റ്റഗ്രാമിലും മറ്റും പങ്കുവെച്ച പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എജി സ്റ്റൈൽസിൻ്റെ കോൺട്രാക്റ്റ് ഫെബ്രുവരിയിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം 50 വയസ്സിന് മുൻപ് തന്നെ അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളതും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 48 വയസ്സാണ് പ്രായം. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ തന്നെ എജി സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും. അപ്പോൾ അതിനുള്ളിൽ എജി സ്റ്റൈൽസിന് ഒരു അതോറിറ്റി, കമ്പനിക്കെതിരെയുള്ള ഒരു സ്റ്റോറി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എജി സ്റ്റൈൽസ് ഇത്തരത്തിലുള്ള ഒരു പ്രൊമോ കട്ട് ചെയ്തതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റുകൾ പങ്കുവെക്കാനും കാരണം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറി നമുക്ക് ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡുകളിലൂടെ എജി സ്റ്റൈൽസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.